എല്ലാവർക്കും ഇമ്പീരിയൽ കിച്ചൺ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിബിൻ. ഇന്ന് നമ്മുടെ റെസിപ്പി നല്ല സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഒന്നാന്തരം എരിശ്ശേരിയാണ്. ഓണക്കാലമൊക്കെ വരികയല്ലേ, എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നമുക്ക് നോക്കാം. ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് 4 മണിക്കൂർ മുതൽ കുതിർത്ത് വിട്ട വൻപയർ, ആവശ്യത്തിന് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, എന്നിട്ട് കുക്കർ അടച്ച് ഒരു 4 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കുക. ഒരു മിക്സർ ഗ്രൈൻഡറിൽ തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് വെള്ളം, ഒരു ഫൈൻ പേസ്റ്റ് ആവേണ്ടാത്ത രീതിയിൽ അരച്ചെടുക്കേണ്ടതാണ്. അതിനുശേഷം കുക്കർ തുറന്ന് പയറിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കുക. ഏതാണ്ട് ഈ വലിപ്പത്തിൽ വേണം മത്തങ്ങ കട്ട് ചെയ്യാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തീയിൽ തന്നെ ഒരു 2 മിനിറ്റ് വെക്കണം. കാരണം തേങ്ങയുടെ പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് ഒരു ഉരുളി എടുത്ത് അതിലേക്ക് എണ്ണയൊഴിച്ച് 1 ടീസ്പൂൺ കടുക്, 5 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് ചിരകി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളത് വറുത്ത് കൊടുക്കേണ്ടതാണ്. തേങ്ങ റെഡിയായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയും പയറും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാ ഭാഗത്തേക്കും തേങ്ങയുടെ ആ ഒരു ഇത് എത്തേണ്ടതാണ്. വെള്ളമെല്ലാം വലിഞ്ഞ് നല്ല കുഴഞ്ഞ രീതിയിലേക്ക് എത്തേണ്ടതാണ്. അതാണ് പാകം. അങ്ങനെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയുമായി വീണ്ടും വരെ ബൈ.